ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ നമ്മൾ ദുബായിൽ പോയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോസ് ഞാൻ സലു പ്ലസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സലു പ്ലസിൽ വന്നാൽ ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ml ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും. വിനാഗിരി ഒഴിക്കുമ്പം കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ കേക്കിന്റെ ടേസ്റ്റ് മാറും. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു മോര് പോലെ ആവാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പുളിപ്പില്ലാത്ത മോരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഒരുപാട് വിനാഗിരി കൂടിപ്പോരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നല്ലതുപോലെ ഞാനിവിടെ ഇളക്കിയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദയിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കും. ഞാൻ ഇതിനു മുൻപ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കേക്ക് ഫ്ലോർ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ലെവൽ സ്പൂണാണ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റുന്നത്. നമ്മൾ ഈ കോൺഫ്ലോർ എടുക്കുമ്പോഴും 2 ലെവൽ സ്പൂൺ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത്രയും മതിയാകും. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുണ്ടല്ലോ, കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇതാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിനാഗിരി ഇടുമ്പോൾ കൂടരുതെന്ന്. കൂടിക്കഴിഞ്ഞാൽ വല്ലാതെ കട്ടിയായി പോകും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് മധുരം മതി, അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് ചേർത്തത്. നിങ്ങൾക്ക് 1/2 മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിന് ഇത്രയും ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതിയാകും. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് അളവിലേ ഉണ്ടാക്കിയെടുക്കാവും. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനാഗിരിയുടെ അളവ് കൂടരുത്, ഇത്രയും മതിയാകും. 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ ഇത് ആക്റ്റീവ് ആവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് പെർമിറ്റഡ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഇത് റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, അതുകൊണ്ട് ഞാനിവിടെ റെഡിൻ്റെ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. ഫുഡ് കളർ ചേർക്കുമ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കളർ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് കുറേശ്ശെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം.
കട്ട ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഒട്ടും കട്ട ഇട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് ആയാലും മതിയാവും കേട്ടോ. നമ്മളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും കട്ട ഇട്ടരുത്, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതാണ് ഈ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഞാനിവിടെ ഒരു ചെറിയ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ചൂടായ പാനിലേക്ക് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കുകയാണ്. ഈ പാനിലേക്ക് ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്ന ഉപ്പായതുകൊണ്ടാണ് ഇതിന് കളർ മാറ്റം വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പാണോ ഉള്ളത് അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കി എടുക്കാം. 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട്, കണ്ടോ ഈ ഉപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതായത് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്കിതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത ശേഷം ഈ ലിഡ് ഒന്ന് കവർ ചെയ്യാം. ഇനി ഇതൊന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കണം. അതായത് ഇത് കറക്റ്റായിട്ട് ബേക്കായി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇടികല്ലാണ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെക്കുന്നത്. ഇനി നമുക്ക് ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ. ഈ ഒരു അളവിലെ കേക്ക് ടിന്നിനാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കേക്ക് ബേക്കാവുന്ന നേരം കൊണ്ട് ഞാൻ ആ കേക്കിലേക്ക് തേക്കാനുള്ള ക്രീം തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കുന്നു. ഇതൊരു ഹാൻഡ് വിസ്ക് കൊണ്ടോ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ചിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവോ കണക്കോ ഇല്ല കേട്ടോ. നമുക്ക് എത്രയാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കും. അരമണിക്കൂർ ആകുമ്പോഴേക്ക് ഇതൊന്നെല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റായി കിട്ടും. അതിന് ശേഷമാണ് ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ചിട്ട് നമ്മുടെ കേക്കിന് മുകളിലേക്ക് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് താഴ്ത്തി കുത്തി നോക്കണം. സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനർത്ഥം കേക്ക് ഇവിടെ റെഡിയായെന്നാണ്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ കണ്ടോ, ഈ കേക്ക് സൈഡിൽ നിന്ന് താനേ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. ഞാനിനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. കേക്കിന് ഇതുപോലെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഞാനിത് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ കണ്ടോ, കുറച്ച് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ വിപ്പിംഗ് ക്രീം തേച്ച് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കണം.
വീണ്ടും ഇതിന് മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ക്രീമിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ മിക്സ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മോൾഡ് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഇനി വച്ചിരിക്കുന്ന മോൾഡ് പതുക്കെ ഒന്ന് മാറ്റുവാണ്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിങ്ങനെ സൈഡിലും കൂടി കുറച്ചിങ്ങനെ ഫ്ലവർ പോലെ കൊടുക്കുകയാണേ. നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ വേണോ അതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വാലന്റൈൻ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.